bye Pattaya. Hello ചേട്ടാ. ഓയ് ഓയ് ഓയ്. You want massage? ഒരു ഹെഡ് മസാജും കൂടെ കഴിഞ്ഞു. ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻ്റെ വക ശുഭദിനം. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ അടിച്ചു പൊളിച്ച ഈ റൂമിനോടും പട്ടായയോടും യാത്ര പറഞ്ഞ് നമ്മൾ ഇന്ന് ബാങ്കോക്കിലോട്ട് പോവാ. ഓ, ഐ എം ഗോണ മിസ് ദിസ് വ്യൂ. ഒരുപക്ഷെ ഞാൻ സ്റ്റേ ചെയ്തതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഹോട്ടൽ. എങ്കിൽ പിന്നെ നേരം കളയാതെ പോവല്ലേ. ഓൺ ദ വേ ടു ബാങ്കോക്ക് നമ്മൾ 2 സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യും. അതിൽ ഫസ്റ്റ് വൺ ജെംസ് ഡിസ്കവറി. ഈ വീഗാലാൻഡിലൊക്കെ റൈഡ് പോകത്തില്ലേ, അതുപോലെയാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പോണേ. പോകുന്ന വഴിക്കെല്ലാം തന്നെ ജെം സ്റ്റോൺസിന്റെ ഇൻഫർമേഷൻസ് ആണ്. അതിന്റെ ഡിസ്കവറിയും എക്സ്ട്രാക്ഷനും പിന്നീട് അവരതിനെ എങ്ങനെ ജെം സ്റ്റോൺസ് ആക്കി മാറ്റുന്നു എന്നുള്ളതിന്റെ ഫുൾ ഇൻഫർമേഷൻസും നമുക്ക് കാണിച്ചു തരും. ഈ കാണുന്നതാണ് ക്രിസ്റ്റൽസ്. ഈ ക്രിസ്റ്റൽസിനെ നമ്മുടെ ആർട്ടിസൻസ് പണിയെടുത്ത് അവസാനം ജെം സ്റ്റോൺസ് ആക്കി മാറ്റും. ഈ ജെം ഗാലറിയിൽ വന്നു കഴിഞ്ഞാൽ ഇവരെങ്ങനെയാ ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് എന്നുള്ളതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അങ്ങനെ അവർ പണിത ഓർണമെന്റ്സ് അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പർച്ചേസും ചെയ്യാം. ഞങ്ങളെല്ലാം കണ്ട് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് വിട്ടു, ദി നോങ് നോച്ച് വില്ലേജ്. ഇതാരൊക്കെയായി നിൽക്കുന്നേ? തായ് കൾച്ചറിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് ആനകള്. നമ്മൾ ഈ വന്നേക്കുന്ന നോങ് നോച്ച് വില്ലേജ് തായ് കൾച്ചറിനെ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. ദേ ഒരു കുഞ്ഞനും അമ്മയും നിൽക്കുന്നു. അന്നാ ഇനി കുറച്ച് തായ് കൾച്ചർ ആസ്വദിക്കാം. സംഗതി കാണാനും കേൾക്കാനും അടിപൊളിയാണ്. നെക്സ്റ്റ് കുറച്ച് കുറുമ്പന്മാരെ കാണാം. ഇവന്മാര് നമ്മൾ വിചാരിക്കുന്ന ടൈപ്പേ അല്ല. ഒടുക്കത്തെ ബുദ്ധിയും കഴിവുക. അവരുടെ ഷോ തുടങ്ങുന്നതിന് മുന്നേ ഗണപതിനെ പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളിപ്പോ കാണുന്നത്. എന്നാ പിന്നെ തുടങ്ങുമല്ലേ. ജസ്റ്റ് നമ്പർ 1 ഓൺ ദ സ്റ്റേജ്, ബലൂൺ എറിഞ്ഞ് പൊട്ടിക്കൽ. അവന്റെ ആഹ്ലാദ പ്രകടനം കണ്ടോ? അടുത്തത് ബലൂൺ ചവിട്ടി പൊട്ടിക്കലാണേ. എല്ലാ പ്രകടനങ്ങളും കഴിഞ്ഞ ഇവന്മാര് നമ്മുടെ അടുക്ക് വന്ന് പൈസ ചോദിക്കും. കണ്ടോ? കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അവന്റെ സന്തോഷം നോക്കിയേ. അഭ്യാസ പ്രകടനങ്ങൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ദേ ബാസ്കറ്റ് ബോൾ, ചിത്രം വര, അങ്ങനെ കുറെ ഉണ്ട് ഇവന്മാരുടെ കയ്യില്. സംഗതി കാണാൻ അടിപൊളിയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നോങ് നോച്ച് വില്ലേജ് ഒന്ന് ചുറ്റിക്കറങ്ങാൻ തീരുമാനിച്ചു. നമ്മുടെ ടൂർ ഗൈഡ് ലിയോന്റെ നിർദ്ദേശങ്ങളൊക്കെ കേട്ട് ഒരു ബഗ്ഗിയില് നോങ് നോച്ച് വില്ലേജിന്റെ കാഴ്ചകളും ആസ്വദിച്ചിരുന്നു. ഇരുവശങ്ങളിലും ഇവരുടെ കൾച്ചർ വ്യക്തമാക്കുന്ന കാഴ്ചകളായിരുന്നു കേട്ടോ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഗാർഡനിലൂടെയുള്ള യാത്രയാണ്. പലതരത്തിലുള്ള മുൾച്ചെടികളും ഇതുവരെയും കാണാത്ത തരത്തിലുള്ള ചെടിച്ചട്ടികളും ലക്ഷങ്ങൾ വിലമതിക്കുന്ന ബോൺസായി ചെടികളും. എന്തിനേറെ പറയുന്നു, ഒരു ജുറാസിക് വേൾഡ് വരെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ സർക്കിട്ട് കഴിഞ്ഞു. ഇനി ബാങ്കോക്കിൽ കാണാം. അപ്പൊ bye bye Pattaya. ഓയ് ഓയ് ഓയ്. തായ്ലൻഡിൽ വെച്ച് കണ്ടുപിടിച്ചു. അതെ, ബാങ്കോക്കിൽ കാലുകുത്തിയ നിമിഷം തന്നെ ഇതൊരു യമണ്ടൻ സർപ്രൈസ് ആയി പോയി. ഞങ്ങളെല്ലാരും എങ്ങോട്ടേക്ക് പോകുന്നേന്നല്ലേ. ബാങ്കോക്ക് നഗരത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ഡിന്നർ, അതും ഈ ക്രൂസ് ഷിപ്പില്. ദേ ഇതാണ് ഞങ്ങളുടെ ക്രൂസ്, ചാവോ പ്രായ പ്രിൻസസ്. നമ്മളീ പോകുന്ന റിവറിന്റെ പേരാണ് ചാവോ പ്രായ. ആ പേര് തന്നെയാണ് ക്രൂസിന് ഇട്ടിരിക്കുന്നത്. നല്ലൊരു തണുത്ത കാറ്റും കൊണ്ട് അവിടുത്തെ കാഴ്ചകളും കണ്ടിരിക്കാൻ ഒരു പ്രത്യേക സുഖമായിരുന്നു. ക്യാപ്റ്റൻ അതീവ ശ്രദ്ധയോടെ ഇരുന്നാണ് നമ്മുടെ ക്രൂസ് ഓടിക്കുന്നത്. ക്രൂസിന്റെ ഡെക്കാണ് കേട്ടോ ഈ കാണുന്നത്. കാഴ്ചകളെ കണ്ടിങ്ങനെ ലോസ്റ്റ് ആയിട്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ എല്ലാരും ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെ തുടങ്ങി അങ്ങ് ആർമാദിക്കുമായിരുന്നു. പുറത്തേക്ക് നോക്കിയപ്പോ ദേ അമിട്ട് പൊട്ടുന്നു. സംഗതി വേറൊന്നുമല്ല, നമ്മൾ വന്ന ഈ ടൈമില് ഒഫീഷ്യലി തായ്ലൻഡിലെ സമ്മർ തുടങ്ങുന്ന ദിവസമായിരുന്നു. അതിന്റെ ഒരു ആഘോഷമാണ് മാനത്തീ വിരിഞ്ഞു പൊട്ടുന്നത്. വെടിക്കെട്ടും കണ്ട് ക്രൂസിലൊരു ഡിന്നറും കഴിച്ച് ഞങ്ങൾ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. And the very next day is here. Good morning Bangkok. നമ്മുടെ ബാങ്കോക്കിലെ റൂമിൽ നിന്നുള്ള വ്യൂ ആണിത്. അതിപ്പോ പട്ടായയിലാണെങ്കിലും ബാങ്കോക്കിലാണെങ്കിലും ബെന്നീസ് റോയൽ ടൂർസ് നമുക്ക് ബെസ്റ്റ് അക്കോമഡേഷൻ ആണ് തന്നിരിക്കുന്നത്. ബാങ്കോക്ക് ഡേ
2. അല്ല ഡേ 1. Day കാരണം ഞങ്ങൾ എത്തിയപ്പം നൈറ്റ്. Day 1 in Bangkok. Day 3 of our trip. അങ്ങനെ ഞങ്ങളുടെ ബാങ്കോക്കിലെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തേക്കുക. ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ടുള്ള യാത്രയിലാണ്. ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ. എന്തായാലും ഒരു വഴിക്കിറങ്ങിയേക്കുമല്ലേ, ബുദ്ധനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോവാം. പക്ഷെ അങ്ങോട്ടേക്ക് എത്താൻ കുറച്ച് നടക്കണം. കൊള്ളാലോ ഈ പരിപാടി. എന്നാ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ. എന്താണ് ഇപ്പൊ ഇതിന്റെ സംഗതി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കൂടുതൽ നേരം നിന്ന് മണിയടിക്കാതെ ഞങ്ങള് ബുദ്ധനെ കാണാൻ കേറിട്ടോ. ദേ ഇരിക്കുന്നു നമ്മുടെ ഗോൾഡൻ ബുദ്ധ. ഈ സുവർണ ബുദ്ധന്റെ അരികിൽ നിൽക്കുമ്പോ മനസ്സ് ഭയങ്കര ശാന്തമായിരുന്നു കേട്ടോ. ശാന്തമായ മനസ്സോടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒത്തിരി വിദേശര സുവർണ ബുദ്ധനെ കാണാൻ വന്നിരുന്നു. This is Leo Nuchan. Gadarshana, who is Leo Nuchan? Leo. നമ്മുടെ ടൂർ ഗൈഡ് ലിയോ ആണ് കേട്ടോ ഇത്. അങ്ങ് തായ്ലൻഡില് ഒരാളെ ചേട്ടാ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ പേരിന് മുന്നേ പി വെച്ചാ മതി. അതുകൊണ്ട് നമ്മുടെ ടൂർ ഗൈഡ് ലിയോനെ ഞങ്ങള് പി ലിയോന്ന് വിളിക്കാം. Hanuman in India is what? Brahmachari. Hanuman in Thailand not Brahmachari. Married. Hanuman king. 6 wives. 5,000 misses. Guys, this is a new information. This Leo Nuchan is saying Hanuman is married with 6 wives. And 5,000 misses. അങ്ങനെ ആ ഞെട്ടിക്കുന്ന സത്യങ്ങളൊക്കെ കേട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ദേ നമ്മുടെ കുഞ്ഞുമണി പുറകെ കൂടിയിട്ടുണ്ടേ. ഞാൻ അവിടുന്ന് വീട്ടിലേക്കുള്ള 2 മാഗ്നറ്റ്സ് ഒക്കെ വാങ്ങിട്ടോ. നല്ല വില കുറവായിരുന്നു. തൊട്ടപ്പുറത്ത് ദേ കുഞ്ഞുബുദ്ധന്മാരെ ആടിക്കൊണ്ടിരിക്കണു. നല്ല രസമല്ലേ. അവിടുന്ന് ഞങ്ങൾ നേരെ ആൻഷ്യൻ സിറ്റിയിലോട്ട് വിട്ടു. അങ്ങനെ ഞങ്ങൾ ആൻഷ്യൻ സിറ്റിയിലെത്തി. എന്താ പാടിയെന്നല്ലേ? വായിൽ വന്നത് കോതയ്ക്ക് പാട്ട്. ഈശ്വര, ഇന്ന് മൊത്തത്തിലൊരു മണിയടിയാണല്ലോ. മട്ടും പാവവും കണ്ടിട്ട് ഒരു അമ്പലത്തിന്റെ വൈബ്. തായ്ലൻഡിന്റെ ഈ വെയിലത്തെ ഇവിടെ മൊത്തം സ്വർണത്തിലിങ്ങനെ തിളങ്ങുന്ന കാണാൻ ഒരു അതിമനോഹര കാഴ്ചയായിരുന്നു. ഒരു ബുദ്ധനല്ലേ ആ നിൽക്കുന്നത്? എന്താണ് സംഗതി എന്ന് നമുക്കൊന്ന് അകത്ത് കയറി നോക്കാം. അകത്ത് കയറി നോക്കിയപ്പോ ദാണ്ടേ ഇരിക്കുന്നു 23 ബുദ്ധന്മാര്. ഇനി കിടക്കുന്ന ബുദ്ധ. ആ ബുദ്ധന്മാര് മനുഷ്യരാണല്ലോ. അവര് കിടക്കും, നിൽക്കും, ഇരിക്കും. പറഞ്ഞു വന്ന സർവം ബുദ്ധമയം. ആൻഷ്യൻ സിറ്റിയിൽ വേറെയും ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. ഇവിടെ മെയിൻലി തായ് ആർക്കിടെക്ചറാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. തായ്ലൻഡുകാരുടെ അമ്പലങ്ങളും വീടുകളും കടകളും. ഇത് കണ്ടോ, ഇത് അവരുടെ ഒരു ഹോട്ടൽ സ്പേസ് ആണ്. കാണുമ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ തന്നെയാണ് അവരുടെ ആർക്കിടെക്ചറിനെ വ്യത്യസ്തമാക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങി പുറമേക്കുള്ള ഒരു വ്യൂ ഉണ്ട്. അത് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ സ്വപ്നത്തിൽ മാത്രം കണ്ടും കേട്ടും വരുന്ന ഒരു മായിക ലോകം. ഓരോന്നും കാണാൻ എന്ത് ഭംഗിയാന്നറിയോ? ദേ കൂട്ടത്തിലെ വലിയ ഒരുത്തൻ. ഇത് ഇവരുടെ മ്യൂസിയമാണ് കേട്ടോ. എന്തായാലും മാൻഷ്യൻ സിറ്റിയിലെ ആർക്കിടെക്ചർ എല്ലാം അടിപൊളിയായിരുന്നു. കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ബാങ്കോക്ക് സിറ്റിയിലെത്തി. മെയിൻ റോഡിന് ഇരു സൈഡിലുമുള്ള ചെറിയ തെരുവിലൂടെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഇന്ന് ഒത്തിരി നടന്നുകൊണ്ട് ഞങ്ങൾ ഒരു മസാജ് എടുക്കാൻ തീരുമാനിച്ചു. തായ്ലൻഡിൽ വന്നിട്ട് തായ് മസാജ് എടുക്കാതെ എങ്ങനാ? അവര് കാലിൽ ഒരു ഓയിലൊക്കെ പുരട്ടി നല്ലോണം മസാജ് ചെയ്യാൻ തുടങ്ങി. ആ 1 മണിക്കൂർ എന്ത് സുഖമായിരുന്നെന്നോ. മസാജ് തീരാറായപ്പോ ഞങ്ങൾ പയ്യെ ഒരു പാതി മയക്കൊക്കെ കഴിഞ്ഞ് എണീറ്റു. പക്ഷെ മസാജിന്റെ എൻഡിങ് അത്ര ഹാപ്പി എൻഡിങ് ആയിരുന്നില്ല കേട്ടോ. ഞങ്ങള് രണ്ടിനും പിടിച്ച് അമുക്കി പെടലിക്കിട്ട് 5-6 കുത്തും വെച്ച് തന്നിട്ടാണ് അവര് മസാജ് നിർത്തിയത്. Thank you. ഇതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് മതിയായില്ല. ഞങ്ങള് ഇനി ഹെഡ് മസാജിന് പോവാം. കാൽ മസാജ് കഴിഞ്ഞു. ഒരു ഹെഡ് മസാജും കൂടെ കഴിഞ്ഞപ്പോ ഇപ്പൊ എന്നെ കാണാൻ ഒരു കുമ്പിടിയുടെ ലുക്കില്ലേ? അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ നടത്തി. എന്നിട്ട് നേരെ റൂമിലോട്ട് വിട്ടു. നമ്മൾ നിന്നിരുന്നത് മോണ്ടീൻ റിവർ സൈഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണേ. നാളെ ഞങ്ങൾ ബാങ്കോക്കിനോടും തായ്ലൻഡിനോടും യാത്ര പറയും. അതിന്റെ സങ്കടത്തിലാ ദർശു.
അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു. നാളത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ ഫ്രം വേൾഡ് ഓഫ് വിൻസി.